പോയിട്ടുണ്ടോ, എവിടെയാലും നിങ്ങൾ അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ടോ, ആ സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ കരഞ്ഞത് വെറുതെയല്ല. ആരും കാണാതെ രാത്രിയുടെ യാമങ്ങൾ നീ ഒഴുക്കിയ കണ്ണുനീരില്ലേ, ഹല്ലേലൂയ, ആരും കാണാതെ പലപ്പോഴും നീ ഒഴുക്കിയ കണ്ണുനീരുകൾ, ആ കണ്ണുനീരിന് മറുപടിയുണ്ട്, ആ കണ്ണുനീരിന് റിസൾട്ട് ഉണ്ട്. ഹല്ലേലൂയ. ആരും കണ്ടില്ലെങ്കിലും നീ മാറിയിരുന്ന് കരഞ്ഞപ്പോൾ നിന്റെ കണ്ണിനെ നീ ഒഴുക്കിയ കണ്ണുനീരിനെ കണ്ട ഒരു കർത്താവ്, ഹല്ലേലൂയ, ആ കർത്താവ് ഉയരത്തിലുള്ളത് കൊണ്ട് നീ എവിടെയാണോ കരഞ്ഞത്, ഏത് പട്ടണത്തിൽ നീ കരഞ്ഞോ, ഏത് ദേശത്ത് നീ അപമാനിക്കപ്പെട്ടോ, എവിടെ നിന്ന് നിന്നെ ഒഴിവാക്കപ്പെട്ടോ, ആ ദേശത്തേക്ക് നിന്നെ അഭിഷേകത്തോടെ മടക്കി അയക്കുന്ന, അഭിഷേകത്തോടെ നിന്നെ മടക്കി നിർത്തുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ദൂതിനെ വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, ആരെങ്കിലും ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ ഇതിനകത്ത് കയറി വന്നിരുന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞങ്ങൾ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം, കരഞ്ഞത് വെറുതെയല്ല. പലപ്പോഴും ചോദിച്ചിട്ടില്ലേ, കർത്താവേ എന്റെ കണ്ണുനീര് കാണുന്നില്ലേ, എന്റെ നിലവിളി കേൾക്കുന്നില്ലേ, എന്നോട് മറഞ്ഞിരിക്കുന്നത് എന്തിനാണ്, ഹല്ലേലൂയ, എന്നെ കാണാതെ പോയെന്നോന്ന്. ഹല്ലേലൂയ. വചനം പറയുന്ന അല്പകാലത്തേക്ക് ഞാൻ നിന്നെ മറന്നു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളുമെന്ന്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു ഹല്ലേലൂയ ദൈവശബ്ദം കൈമാറുകയാ. ഹല്ലേലൂയ. മറന്നെന്ന് തോന്നിയാലും മറന്നിട്ടില്ല. ഹല്ലേലൂയ. നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം, നിന്നെ കരുതുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നീ കരഞ്ഞ അതേ സ്ഥലത്തു തന്നെ, ഹല്ലേലൂയ, നീ എവിടെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും നീ അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം, നീ വിശ്വസിക്ക, അവിടെ നിന്നെ മടക്കി കൊണ്ടുപോരും. വിശ്വസ്തയോടെ, പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവസ്ഥനിൽ നിൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറയാം, ഹല്ലേലൂയ, നിന്നെ അപമാനിക്കപ്പെട്ടവരുടെ നടുവിൽ നിന്റെ തലയെ കൊമ്പ്, ഹല്ലേലൂയ, നിന്റെ തലയെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അല്പകാലത്തേക്ക് മറന്നുപോയാലോ, ഹല്ലേലൂയ, മറന്നെന്ന് തോന്നി പിശാച് പറയൂ, ഹല്ലേലൂയ, നിന്നെ മറന്നുപോയി. ഹല്ലേലൂയ. അകത്തു വെളിപ്പാടുള്ള ദൈവജനം പറയില്ല, അവൻ എന്നെ മഹാകരുണയോടെ ചേർക്കുമെന്ന്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എന്നെ മഹാകരുണയോടെ ചേർക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്, എന്നെ മഹാകരുണയോടെ കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന്. ഹല്ലേലൂയ. നിന്റെ വിഷയത്തിനകത്ത്, നിന്റെ ഭാരത്തിനകത്ത്, നിന്റെ പ്രതികൂലത്തിനകത്ത്, നിന്റെ പ്രതിസന്ധിക്കകത്ത് നിന്നെ മഹാകരുണയോടെ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ചില പ്രതിസന്ധി വരുമ്പോൾ, ചില ഹല്ലേലൂയ അവസ്ഥകൾ വരുമ്പോൾ, ചില തകർച്ചകൾ വരുമ്പോൾ, ആരെങ്കിലും നമ്മളെ കരുതിയെങ്കിലും ഒന്ന് നന്നായിരുന്നു എന്ന്. ഒരുപക്ഷെ പലരുടെയും കരുതലുകൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷെ അവിടെയൊക്കെ ചില സമയങ്ങളിൽ, ചില ഇടങ്ങളിൽ അത് വെളിപ്പെടാതെ ഇരിക്കുമ്പോൾ, നീ ആഗ്രഹിക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, നിന്റെ വേദനിക്കുന്ന സമയത്ത് ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാനുള്ള ഒരു ദൂത്, നീ കരഞ്ഞെടുത്ത് നിന്നെ മാനിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഹാഗാർ ഇരുന്ന് കരഞ്ഞെടുത്ത് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ദൈവപ്രവൃത്തി കണ്ടെങ്കിൽ, ആലയത്തിനകത്ത് പോയി നിലവിളിച്ച ഹന്ന, ഹല്ലേലൂയ, വിടുതൽ കണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീരിന് റിസൾട്ട് ഉണ്ട്. നിന്റെ കരച്ചിൽ കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഒരു മിനിറ്റെങ്കിലും നീ ദൈവസന്നിധി കരഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒരു സെക്കൻഡെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? അതിന് മറുപടി ഉണ്ട് കേട്ടോ. ഒരുപക്ഷെ ആരും കാണാതെ ഇരുന്ന് കരഞ്ഞിട്ടുള്ളത്, വീട്ടിലുള്ളവർ, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, സഭയിലുള്ള പാസ്റ്റർ കാണാതെ, ഹല്ലേലൂയ, വിശ്വാസികൾ കാണാതെ, ഹല്ലേലൂയ, മാറിയിരുന്ന് കരഞ്ഞിട്ടുണ്ടാകാം. ഹല്ലേലൂയ. നിനക്ക് മറുപടി തരുന്നൊരു കർത്താവ്, നിനക്ക് മറുപടി തരുന്നൊരു കർത്താവ്. എന്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അമ്പിൻപാട് ദൂരെ ഇരുന്ന് കരഞ്ഞ സഹോദരിക്ക് വേണ്ടി
ദൈവപ്രവൃത്തി നടന്നെങ്കിൽ വിശ്വസിക്കുക, എന്റെ കരച്ചിലിന് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഈ മെയ് മാസത്തില് എന്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, നീ കരഞ്ഞിടത്ത് നിന്നെ ഉയർത്തുന്ന ഒരു കർത്താവ്, നിന്റെ തലയെ മാനിക്കുന്ന ഒരു കർത്താവ്, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ച് ഹല്ലേലൂയ ആമേൻ പറഞ്ഞ് ദൂതിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ, എന്നെ മാനിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കായിരുന്നു കരഞ്ഞത് മാനുഷികമായി. പക്ഷെ ഞാൻ പറയട്ടെ, നീ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോഴും നീ പോലും അറിയാതെ നിന്റെ ചാരത്ത് വന്നിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കർത്താവേ, പ്രതിസന്ധിക്കകത്തും ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ എനിക്ക് കഴിയണമെന്ന്, പ്രതികൂലത്തിനകത്തും ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ എനിക്ക് കഴിയണം. എന്റെ രോഗത്തിന്റെ അവസ്ഥകളെ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ എനിക്ക് കഴിയണം. എന്റെ കഷ്ടതയുടെ, എന്റെ തകർച്ചയുടെ ഹല്ലേലൂയ അതേ അവസ്ഥയ്ക്കകത്തുകൂടെ ഞാൻ കടന്നുപോയാലും എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണമെന്ന്. ഹല്ലേലൂയ. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നിന്റെ താഴ്ചയിൽ നിന്നെ ഓർക്കുന്ന ഒരു കർത്താവ്, നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു കർത്താവ്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, ഹല്ലേലൂയ, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന്, എന്റെ പ്രയാസത്തിൽ എന്നെ ഓർത്തവന്, എന്റെ കണ്ണുനീര് കണ്ടവന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും കാണാതെയുള്ള എന്റെ കരച്ചിൽ കേട്ട കർത്താവ് എനിക്ക് മറുപടി തരുമെന്ന് ഉറപ്പായി വിശ്വസിക്കുക. ഏത് വലിയ പ്രതികൂലത്തിനകത്തുകൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, ഏത് വലിയ പ്രതിസന്ധിക്കകത്തുകൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, ഒരുപക്ഷെ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത, തല ഉയർത്തി നോക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ വിഷയത്തിനകത്തുകൂടെ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നീ കരഞ്ഞ ദേശത്ത്, രാജ്യത്ത്, വീടിനകത്ത് നിന്നെ മാനിക്കുവാൻ ഒരു ദൈവം ഒരുങ്ങിയിട്ടുണ്ട്. നിന്നെ മാനിക്കുവാൻ ഒരു കർത്താവ് റെഡിയായി നിൽക്കുകയാണ്. എത്ര പേർക്ക് ആ വിടുതൽ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ ആ വിടുതൽ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ.